സൂര്യ കോമഡിയുടെ എല്ലാ പ്രേക്ഷകർക്കും കുക്കോ കുക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ അടിപൊളിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വെറൈറ്റീസ് ആൻഡ് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു എപ്പിസോഡാണ്. അതിന് മുമ്പ് ഇന്നത്തെ നമുക്ക് കലവറ എന്താ നോക്കിയാലോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ഇന്നത്തെ ഫുഡ് എന്തോ എഗ്ഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ ആണ്. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ബട്ടർ കാണുന്നുണ്ട്, പഞ്ചസാര കാണുന്നുണ്ട്. ഇത് മൈദയാണോ കോൺഫ്ലവർ പൊടിയാണോ എന്നുള്ളത് എനിക്കറിയില്ല. അത് ഷെഫ് വന്നാലേ നമുക്ക് ചോദിക്കാൻ പറ്റുള്ളൂ. ചില്ലി ഫ്ലേക്സ് കാണുന്നുണ്ട്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്മാച്ച് ആയിട്ടുള്ള കുറേ ഇൻഗ്രീഡിയൻസ് ആണ് കാണുന്നത്. എല്ലാ എരിവിൻ്റെ സംഭവങ്ങളും ഉണ്ട്, മധുരവും ഉണ്ട്. അങ്ങനെ ഇത് തേങ്ങാപ്പാലും എല്ലാം കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമുക്കിന്ന് കാണുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ഇന്നത്തെ ഫുഡ് എന്നുള്ളത് ഷെഫിനെ നമുക്ക് ഇൻവൈറ്റ് ചെയ്തതിന് ശേഷം മാത്രം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ ഷെഫിനെ ഇൻവൈറ്റ് ചെയ്താലോ. സോ ദി എനർജറ്റിക്, വൈബ്രന്റ്, ട്രെൻഡി, അതുപോലെ തന്നെ നമ്മുടെ ഷോയിന്റെ എല്ലാം ആയിട്ടുള്ള നമ്മുടെ മാജിക് ഷെഫ്. സോ ലെറ്റ്സ് ഇൻവൈറ്റ് ഷെഫ് നളൻ. നമസ്കാരം. നമസ്കാരം. അടിപൊളി, സൂപ്പർ. ഇന്ന് എന്തോ കുക്ക് ചെയ്യാൻ പോകുന്നു പറഞ്ഞാൽ ഞാനോ എന്റെ പണി ഏറ്റെടുത്തോ? ഇന്ന് ഞാനല്ല, ഇന്ന് തിരിച്ച് എനിക്ക് പറയാനുള്ളത് ഇന്ന് എനിക്ക് പണി ഭയങ്കര എളുപ്പമാണ്. കാരണം ഇന്ന് ഷെഫും നമ്മുടെ കൂടെയുള്ള ഗസ്റ്റും രണ്ടുപേരും നല്ല ഷെഫ് ഓൾറെഡി ഞാൻ ഷെഫിൻ്റെ കൂടെ എത്രയോ എപ്പിസോഡ്സ് ആയി ചെയ്യുന്നു. നമ്മുടെ ഗസ്റ്റ് നല്ല അടിപൊളിയായിട്ട് കുക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പം നമുക്ക് എന്തായാലും നമ്മുടെ ഗസ്റ്റിനെ ഇൻവൈറ്റ് ചെയ്യണം. അപ്പം ഗസ്റ്റിന് അതെ ഇപ്പൊ ഗസ്റ്റിനെ പറ്റി പറയുവാണെങ്കിൽ എത്രയോ വർഷങ്ങളായിട്ട് നമുക്ക് ടെലിവിഷനിലൂടെ, സീരിയലിലൂടെ, കുറെ ഷോസിലൂടെ, നമ്മുടെ സൂര്യ ടിവിയിൽ തന്നെ, സൂര്യ കോമഡിയിൽ തന്നെ ഒത്തിരി അധികം ഷോസ് ചെയ്തിട്ടുള്ളതാണ്. അതെ, അതുകൊണ്ട് തന്നെ എനിക്ക് പേടിയാവുന്നു. നിങ്ങൾ രണ്ടുപേരുടെ നടുവിൽ നിൽക്കുമ്പോൾ എന്റെ അവസ്ഥ എന്തായിരിക്കും എന്നാണ് എനിക്കൊരു. നല്ല കാര്യങ്ങൾക്ക് മാത്രമേ ഷെഫിന്റെ അത്രയും തകടിയില്ല. ഓക്കെ, അപ്പൊ നമുക്കെന്നാ നമ്മൾ ആ ഗസ്റ്റിനെ ആദ്യം ഇൻവൈറ്റ് ചെയ്തതിനു ശേഷം നമുക്കങ്ങ് കലാപരിപാടികളിലേക്ക് കടന്നാലോ. അതെ, ആരാണെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കും, വെയിറ്റ് ചെയ്യാണ്. സോ ലെറ്റ്സ് ഇൻവൈറ്റ് നമ്മുടെ സ്വന്തം, നമുക്ക് എല്ലാവർക്കും ഭയങ്കര സുപരിചിതനായിട്ടുള്ള നമ്മുടെ സ്വന്തം കിഷോറേട്ടനാണ്. സോ ലെറ്റ്സ് ഇൻവൈറ്റ്. നമസ്കാരം കിഷോറേട്ട, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അങ്ങനെ വേണം, അങ്ങനെ ചെയ്തില്ലേ ഭയങ്കര മോശം. ഈ ചെറുപ്പം എങ്ങനെ ആകെ ജഗദീഷ് ചേട്ടന് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അത് ഇതെങ്ങനെ കൈകാര്യം ചെയ്യുന്നു? ഒന്ന് നമ്മുടെ മനസ്സ് നന്നായിരിക്കണം. പിന്നെ നിങ്ങൾ മനസ്സ് നന്നായിരിക്കണം. പിന്നെ നിങ്ങൾ ചെയ്യുന്നത് പോലെ പണ്ട് കഴിക്കുക കഴിപ്പിക്കുക, എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് കഴിക്കുക. അത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നൊരു സാധനമാണ്. ആവശ്യത്തിന് കഴിക്കുക. പണ്ട് മമ്മൂക്ക പറഞ്ഞതുപോലെ മരുന്ന് പോലെ ആഹാരം കഴിക്കുക, ഇല്ലെങ്കിൽ അവസാനം ആഹാരം പോലെ മരുന്ന് കഴിക്കേണ്ടി വരും. പിന്നെ അധ്വാനിക്കുക നന്നായി. അപ്പൊ എന്തായാലും വേറെ വിശേഷം സുഖമായിട്ട് പോകുന്നു. എനിക്ക് ഒരു പ്രസ്ഥാനമുണ്ട്, അമ്മ വീടെന്നാണ് പേര്. ട്രിവാൻഡ്രത്ത് തൈക്കാട് നമ്മുടെ PWD റെസ്റ്റ് ഹൗസിന്റെ അടുത്ത്. നന്നായിട്ട് പോകണം. അടിപൊളി. മാത്രമല്ല പ്രോഗ്രാംസ് എല്ലാം നാട്ടുരുചികളെ പറ്റിയും നാട്ടുവിഭവങ്ങളെ പറ്റിയല്ലേ? അടിസ്ഥാനപരമായി പറഞ്ഞാൽ ഞാനത് വളരെ പ്രചോദനത്തോടുകൂടിയായിരുന്നു. അല്ല, ഇതിൽ എനിക്ക് തോന്നിയത് ഇപ്പോൾ നളൻ എന്ന് പറയുന്ന ഷെഫ് വേറെ കാര്യമുണ്ട് കേട്ടോ. എന്നെ കാണുന്നവരൊക്കെ നിങ്ങളെക്കുറിച്ച് ചോദിക്കും, പക്ഷെ നിങ്ങളുടെ പേര് പലർക്കും അറിഞ്ഞുകൂടാ. അപ്പോൾ ഷൈൻ എന്നാണ് പേര്, നമുക്ക് അറിയാമെന്നുള്ളൂ. എല്ലാവരും നളൻ മറ്റേ ഷെഫില്ലേ നളല്ല, നിങ്ങളുമായിട്ട് സുഹൃത്ത്, ഞാൻ പറഞ്ഞ സുഹൃത്ത് ബന്ധമാണ്. നമ്മൾ പല സ്ഥലങ്ങളിൽ ഒരുമിച്ച് കണ്ടിട്ടുണ്ട്, പല പരിപാടികൾക്ക് പങ്കെടുത്തിട്ടുണ്ട്. നമുക്ക് അത്ര പരിചയമുള്ളവരാണ്. അപ്പം അത് അത് എല്ലാവർക്കും അറിയാമെങ്കിലും എൻ്റെ വായിൽ നിന്നും എന്നോട് ചോദിച്ചവർക്കുള്ള ഉത്തരമായി ഞാൻ പറയുന്നു, അദ്ദേഹത്തിന്റെ പേര് ഷൈൻ. അപ്പൊ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് എന്തായിരിക്കും കുക്ക് ചെയ്യാൻ പോകുന്ന ഷെഫ് എന്താണ് നമ്മൾ ഇത് കണ്ടിട്ട് എന്ത് തോന്നുന്നു? ചോദിനെ ചക്കര. അതെ, ഇത് ഇപ്പൊ എന്താ പരിപാടി? നമ്മൾ ഒരു ഡിഷ് ഉണ്ടാക്കാൻ പോവാം. ബാക്കി എക്സ്പ്ലെയിൻ ഇന്ന് ഇതിപ്പോ എന്താ നമ്മുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡിയോ ഇവിടെയാണല്ലേ? വീഡിയോ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെഫ് ഇവിടെ ഒരു ഫുഡ് ഉണ്ടായിക്കൊണ്ടിരിക്കണം. അതേ സമയത്ത് തന്നെ നമ്മൾ ആ സെയിം സാധനം ഇപ്പുറത്ത്. അതാണ് പരിപാടി. അത്രയുള്ള പരിപാടി. അതെന്താന്ന് പറഞ്ഞു കൊടുക്കുക. സാധാരണ ഇത് കണ്ടിട്ട് എനിക്ക് ടെൻഷനായി. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന പാൻകി എന്ന് പറയുന്ന ഡിഷിന്റെ ഫോർമാറ്റ് ആണ്. പാൻകി അല്ല, പക്ഷെ നമ്മൾ ഇവിടുത്തെ ഒരു അതിലേക്ക് വലിച്ചെറിയും. അപ്പൊ നമ്മൾ ഓട്ടടയെന്നൊക്കെ ഗുജറാത്ത് ബേസ് ചെയ്ത് വരുന്ന ട്രഡീഷണൽ സാധനം. അതിന് നമ്മൾ പക്ഷെ ബനാന ലീഫ് വരുന്നത് കൊണ്ട് നമ്മളെ കൾച്ചറിലായിരിക്കും കുറച്ചും കൂടെ ഹെൽത്തി ആവുന്നത്. മാത്രമല്ല കുട്ടികൾക്കൊക്കെ എപ്പോഴും കുട്ടികൾക്ക് കുക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ച് കൗതുകം അതിൽ ഫീൽ ചെയ്താൽ അവരതിരുന്ന് കഴിക്കും. അപ്പൊ ഇത് അതേപോലെ ഒരു ഫോർമാറ്റിലാണ് നമ്മൾ മുട്ടയപ്പം എന്ന്
പറയും. മുട്ടയപ്പം അതായത് നമ്മുടെ ഇവിടെ പറഞ്ഞ നമ്മുടെ ട്രഡീഷണൽ ഇലയപ്പത്തിന്റെ വേറെ ഫോർമ. സ്വീറ്റ് സ്വീറ്റ് അല്ലത്. ഇതും ഇതിന്റെ കൂടെ നമ്മൾ ചട്നി ഉണ്ടാക്കും. മല്ലിയില വെച്ചിട്ട് ഒരു ചട്നി. അപ്പൊ ആ ചട്നി നമ്മൾ ഐസ് നോർത്ത് ഇന്ത്യൻ. അപ്പൊ ഇത് ബേസിക്കലി നോർത്ത് ഇന്ത്യൻ ഡിഷ് ആണെങ്കിലും നമ്മളിത് കേരളീ വരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മളെ വിഭവത്തിനകത്ത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എടുക്കാം, ഒരു സ്നാക്ക് ആയിട്ട് എടുക്കാം, 4 മണിയായിട്ട് എടുക്കാം. അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പം ബൗൾ എടുക്കുന്നു. അപ്പൊ ചേട്ടൻ ഞാൻ ഹെൽപ്പ് ചെയ്യണം. രണ്ടുപേരും ഉണ്ടാക്കണം. അതാണ് ഇപ്പൊ ഷെഫ് ഉണ്ടാക്കുന്ന അതേ സമയം തന്നെ ചേട്ടന് സൈഡ് പണിയെടുത്തിട്ട് കാശ് കൊടുക്കാവുന്ന അങ്ങനെയാണ് സംഭവം. അത് ആദ്യം പറയട്ടെ, പിടിയിട്ടില്ല. അപ്പൊ ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷെഫ് ഉണ്ടാക്കുന്ന അതേ സംഭവം തന്നെ നമ്മൾ ഇവിടെ ഉണ്ടാക്കണം. ഉണ്ടാക്കണത് കണ്ടോണ്ടിരിക്കുക. അപ്പൊ നമ്മൾ എന്താ വെളിച്ചെണ്ണ തൈര് അത് പറഞ്ഞു തരരുത് എന്നാണ് ഷെഫ് പറയുന്നത്. അപ്പം എന്റെ തലയിലോട്ട് ഇട്ടോ, ഷെഫ് പറഞ്ഞേക്കുന്നത് പറഞ്ഞു കൊടുക്കരുത് എന്നാണ്. അപ്പം അത് ഞാൻ പറഞ്ഞുതരാം. തൈരിട്ടു, പിന്നെ ചില്ലി ഫ്ലേക്സ് ഇട്ടു, തൈര് ഒഴിച്ചു, കുറച്ച് ഉപ്പിട്ടു, ചില്ലി ഫ്ലേക്സ് ഇട്ടു, പിന്നെ തേങ്ങ കുറച്ച് ഉപ്പിട്ടു. പ്ലീസ് നീ അവിടെ ഇട്ടോ, നീ കണ്ണവിടെ ഇട്ടോ. ശരി. ഉപ്പിട്ട് ചില്ലി ഫ്ലേക്സ് ഇട്ടു, കുറച്ച് ജിഞ്ചർ ഗാർലിക് ഒരുമിച്ച് തന്നെ ഒരു ഇത് ഒരുമിച്ച് വെച്ചെങ്ങനെ? അല്ല വേറെ സെപ്പറേറ്റ് ഇവിടെ ഉണ്ട് നമ്മുടെ. ഇഞ്ചി വെളുത്തുള്ളി കൂടെ ഒരുമിച്ചാണ് അടിച്ചു വെച്ചേക്കുന്നത്. പിന്നെ എന്താ ചെയ്തെന്ന് വെച്ചാൽ തേങ്ങ കുറച്ച് ആഡ് ചെയ്തു. പിന്നെ ചേട്ടാ ഒരു മിനിറ്റ്, 2 മുട്ട പൊട്ടിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അത് പറയൂലെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ 2 മുട്ട പൊട്ടിച്ചിട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്തൊക്കെയായിരുന്നു ആഡ് ചെയ്തത്? ആദ്യം മുട്ട കളിക്കാതെ ചുമ്മാ അടുത്ത് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞിട്ട് ഒന്നും ഞാൻ ഈ ഡിഷ് ഉണ്ടാക്കിയിട്ടില്ല. നിനക്ക് കളി ഇത് കണ്ടതിന് ശേഷം ആളുകൾ അന്തം വിട്ട ഇല്ലാത്ത ഇൻട്രൊഡക്ഷൻ മാറ്റി കൊടുത്തു വെച്ചിട്ട് അല്ലേ ആദ്യം അരിപ്പൊടി ഇട്ടു. ഒന്ന് ആലോചിച്ച് പറയട്ടെ. അരിപ്പൊടി ഇട്ടു, പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്തു, തേങ്ങാപ്പീര ആഡ് ചെയ്തു, ഉപ്പിട്ടു, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടു, മുട്ട ഇട്ടു, 2 മുട്ട ഇട്ടു, വെള്ളം ഇട്ടു. എന്നിട്ട് പിന്നെ നല്ല ലൂസ് പോലെ അത്ര ലൂസ് വേണം അല്ലേ? ഞാനത് ആദ്യമായിട്ടാണ്. തീർച്ചയായിട്ടും നമ്മൾ ഈ സൗഹൃദങ്ങളൊക്കെ പറയുമെങ്കിലും ഈ അണ്ണൻ്റെ ഡിഷുകളൊക്കെ നമ്മൾ ട്രൈ ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. അതിന്റെ കൂടെ ഇപ്പൊ കുറച്ച് ചെറിയുള്ളിയും മല്ലിയിലല്ലേ ഇത്, മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും ചെറിയുള്ളിയാണ്. അറിയാം കറിവേപ്പിലയും. ഇത് എവിടെ വെച്ചു? ഇവിടെ എടുത്ത് വെക്കട്ടെ. ഷെഫ് കുറച്ച് പതുക്കെ പോ. മഞ്ഞപ്പൊടി ഇവിടെ മഞ്ഞപ്പൊടി ഉണ്ട്. തിരുമല്ലേ ഒരു മിനിറ്റ്, അത് ഇളക്കല്ലേ എന്ന് ഞാൻ കണ്ടില്ല എന്തൊക്കെ ആഡ് ചെയ്തെന്ന്. നിന്റെ കണ്ണിൽ കുരു നോക്കണം. അങ്ങനെ വല്ലതും ചെയ്താ ഇനി അടുത്ത് ഇത് കട്ട് ചെയ്തിട്ട് വേറെ കട്ട് ചെയ്ത് മല്ലിയിലയും കറിവേപ്പിലയും എടുത്തിട്ട് ആഡ് ചെയ്തിട്ടു. മല്ലിയില കറിവേപ്പില കട്ട് ചെയ്തത് ഏതില്? കട്ട് ചെയ്തത് ഞാൻ കണ്ടു. ഈ കത്തി ഇല്ലല്ലേ? ഇതുപോലത്തെ കത്തി എനിക്ക് കൊണ്ടുപോവാ. അയ്യോ, ഈ കത്തി തന്നെ നമുക്ക് സ്വന്തം. പിന്നെ അതിന്റെ കൂടെ അവസാനം പിന്നെ മുട്ടയിട്ട്. എത്ര മുട്ടയിട്ട്? 1. അത് കോഴിയോട് എത്ര മുട്ടയിട്ട് അയ്യേ, നീ ഈ ഒരു ഒറ്റ എപ്പിസോഡ് കൂടി നിന്റെ ഫുൾ സംഭവം വെളി വരും കേട്ടോ. നീ കുറച്ചുകൂടെ ഒന്ന് ഇതായി ആയിക്കോ. ഇതിന്റെ ഇടയിൽ നോക്കാൻ മറക്കണ്ട. അതിന് ശേഷം എത്ര മുട്ട? 1 മുട്ട. ആ തോട് നോക്കാം ആദ്യം. എത്ര? അത് 2 മുട്ട എന്ന് പറഞ്ഞാൽ 1 മുട്ട പൊട്ടിക്കുമ്പോ 2 തോടാണ്. അയ്യേ, അത് വെച്ചിട്ട് 2 മുട്ട എന്ന് പറഞ്ഞാൽ എത്ര നേരത്തെ പൊട്ടിച്ചിട്ടല്ലേ? അത് ഞാൻ മൊത്തത്തിൽ പൊട്ടിച്ച മുട്ടയെ പറ്റിയാ ചോദിക്കുന്നത്. അതല്ല, രണ്ടാമത് പൊട്ടിച്ച മുട്ട. രണ്ടാമത് ഒരെണ്ണമാണ്, ഒരു എഗ്. ഓക്കെ. മഞ്ഞപ്പൊടി ഇട്ടു. ശകലം മഞ്ഞപ്പൊടി ഇത് ഞാൻ എടുത്ത് ഇങ്ങോട്ട് വെക്കട്ടെ, ആ ബൗള്. ഞാൻ വെച്ചോളാം. അത് പറയണതിന്റെ പകുതി സമയം മതി. മഞ്ഞപ്പൊടി ഇട്ടു.
ഇനി ചതച്ച മുളക് ഇട്ടു. ചതച്ച മുളക് ഇട്ടു. ഉപ്പിട്ടു. ഉപ്പ് നേരത്തെ ഉപ്പ് ഉപ്പിട്ടു. ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചിട്ടു. ഒരു മുട്ട ഉറപ്പല്ലേ? നന്ദിയുണ്ടേ. കൺസിസ്റ്റൻസിയാണ് വലിയ പ്രശ്നം. നോക്കട്ടെ. ഓക്കെ. മുട്ട ഇട്ടു. പിന്നെ കുറച്ച് തേങ്ങാപ്പീരയും കൂടെ ഇട്ടു. ഓ ഓക്കെ. ശാന്തി. ഇനി അതുപോലെ ചിരട്ടത്തവി എനിക്കിട്. ഈ എപ്പിസോഡ് കണ്ടപ്പോൾ ഞാൻ നിങ്ങൾ ഭയങ്കര സ്പീഡിൽ ചെയ്യണം. അപ്പോൾ നമ്മൾ ചെയ്ത് ശീലമില്ലാത്തൊരു സാധനമല്ല. അപ്പം ഞാൻ അത് നേഹയോട് കൂടി പറഞ്ഞപ്പോൾ നേഹ പറഞ്ഞു അയ്യേ പുള്ളി ഫുൾ ഉടായ്പാണ്, ഞാൻ ഈ സാധനങ്ങൾ കംപ്ലീറ്റ് പറഞ്ഞുതരാം, ചേട്ടൻ തിന്നാ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അത് വരും, അത് കള്ളം പിടിക്കപ്പെടുമ്പോൾ നെഞ്ചും പടി അങ്ങനെയുണ്ട്. ചമ്മന്തി എന്തായാലും നമുക്കൊരു കോമൺ ആയിട്ട് സാധനം ചെയ്യാം. ചമ്മന്തി മല്ലിയില അതെങ്കിലും നമുക്ക് തരുമല്ലോ. മല്ലിയില നോർത്ത് ഇന്ത്യൻ അതൊരു അന്യായ സാധനമാണ് കേട്ടോ. തൈര്, കുറച്ച് ജീരകം കാണുന്നുണ്ടല്ലോ നിങ്ങൾ കാണുന്നു. ഞാൻ ഇച്ചിരി ശ്രദ്ധയിലാണ്. മലയാളി ഇരിക്കുകയാണ്. കറിവേപ്പില, പച്ച കാന്താരി മുളക്, നാരങ്ങ അതെങ്കിലും മുറിച്ചു കൊടുക്കും. അത് ഷെഫ് തന്നെ മുറിക്കുന്ന പഞ്ചസാര, ഉപ്പ്, കപ്പലണ്ടി. അത്രയും നേരം ചുമ്മാ ഇനി മിക്സിയിൽ ഒറ്റ അടി. അത്രേ ഉള്ളൂ. നമ്മളെ അതിനകത്ത് മല്ലിയില, തേങ്ങാപ്പീര, പിന്നെന്താ കറിവേപ്പില, ഇട്ട് ലൈം ഒഴിച്ചു, ഉപ്പൊഴിച്ചു, ഉപ്പിട്ടു, പിന്നെ പഞ്ചസാര ഇട്ടു, തേങ്ങാപ്പീര ഇട്ടു, ഇഞ്ചി ഇട്ടു, കാന്താരി മുളക്. പിന്നെ നമ്മൾ ഇതിനകത്ത് ഐസ് ക്യൂബും കൂടെ ഇട്ട് അടിക്കാൻ പോവാം. നമുക്ക് ഇഷ്ടത്തിനെ കൊണ്ട് രണ്ട് നാടൻ പാട്ട് പഠിപ്പിക്കണ്ടേ? പാട്ട് മാത്രല്ല എല്ലാം പാട്ട് പാടാൻ കുറച്ച് കഥകൾ. ഡാൻസ് ഒന്നും പറ്റത്തില്ല, വെറുതെ ആസാക്കാതെ മോശമാണ്. ഓൾറെഡി ഞാൻ പൊരിഞ്ഞിരിക്കുകയാണ്, അതിന്റെ മണ്ടേ കൂടെ പിന്നെയും കയറി പൊരിക്കല്ലേ. അല്ല അത് പറഞ്ഞ കറക്റ്റ് അല്ല, അതിനുള്ള സ്പേസ് ഇല്ല. നമ്മള് മറ്റേ ഷോയ്ക്ക് ഡാൻസ് കളിച്ചില്ലേ ഞങ്ങള് ഡാൻസ് കളിച്ചിട്ടുണ്ട്. ബട്ടർ ആദ്യം ആഡ് ചെയ്യാം. ബട്ടർ. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ അതിന് മുമ്പ് ഇന്ന് യൂസ് ചെയ്യുന്ന കുക്ക് വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഷെഫ്ലയുടെ കുക്ക് വെയർ ആണ്. ഒരു ട്രൈപ്ലൈ കുക്ക് വെയർ ആണ്. ഇതിന് 3 ലെയേഴ്സ് ആണുള്ളത്. അതിൻ്റെ മിഡിൽ ഭാഗത്തായിട്ടാണ് നമുക്ക് അലൂമിനിയം വരുന്നത്. അതുകൊണ്ട് തന്നെ ടോക്സിക് കെമിക്കൽസ് ഒന്നും അങ്ങനെ പുറത്തേക്ക് ഉണ്ടാവില്ല. അതുപോലെ ഇത് നമുക്ക് അവനിലും ഇൻഡക്ഷനിലും അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റൗവിലും യൂസ് ചെയ്യാൻ പറ്റും. ഇതിലേക്ക് ഈക്വൽ ആയിട്ടാണ് ഹീറ്റ് നമുക്ക് ട്രാൻസ്ഫേർഡ് ആവുക. അപ്പോൾ കുക്ക് ചെയ്യാൻ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളിനി ആദ്യം കുറച്ച് ബട്ടർ തേച്ചതിന് ശേഷം വാഴയില വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ മിക്സ്ചർ കുറച്ച് ഒഴിച്ചു. മിശ്രിതം ഓക്കെ, മാവ് ഒഴിച്ചു. എന്നിട്ട് അത് ക്ലോസ് ചെയ്തു. വേറൊരു വാഴയില വെച്ചിട്ട് ക്ലോസ് ചെയ്തു. ഇല്ലല്ല, വേറൊരു വാഴയില വെച്ച് ക്ലോസ് ചെയ്തു. അതുപോലെ നമ്മൾ അതിന് ശേഷം കുറച്ച് ഓയിലും കൂടെ ആഡ് ചെയ്തു. നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്ന ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേര ഡിലൈറ്റിൻ്റെ കോക്കനട്ട് ഓയിലാണ്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, ഇതിൻ്റെ ഉള്ളിൽ കൂടെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമുക്ക് ഓയിൽ കാണാൻ പറ്റും. അത്രയും ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസോ ടോക്സിൻസോ ഒന്നും ഇല്ലാത്ത എണ്ണയാണ്. ഭയങ്കര നല്ല എണ്ണയാണ് അല്ലേ? നമ്മൾ ഇതിന് മുമ്പ് യൂസ് ചെയ്തപ്പം നല്ല 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 മണമൊക്കെ ഉള്ള എണ്ണ. ഓക്കെ, നമ്മൾ അങ്ങനെ ഒരു എത്ര പാൻകയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്? എത്ര വാഴയിലുണ്ട് അത്രയും നമ്മൾ ഉണ്ടാക്കുക. ഒന്നും പറയാനില്ല. അപ്പൊ പറഞ്ഞ ശരിയല്ല, എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാട്ട് പാടാം. നിനക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് പറ. നമ്മൾ ഏതിന് തയ്യാറാണ്? ഏത് പാട്ടാണ്? എന്താണ്? ലവ് സോങ്സ്, പ്രണയഗാനങ്ങൾ, വിരഹഗാനങ്ങൾ. വിരഹം വേണ്ട, പ്രണയഗാനായിക്കോട്ടെ. ശരി, പറഞ്ഞു. മൗനം സ്വരമായി എൻ പൊൻവീണയിൽ സ്വപ്നം ഞാൻ മാത്രം നിൻ കൈക്കുമ്പില് ഒറ്റയ്ക്ക് പ്രണയമാണ് 8 ഗാനമായി. നന്നായിരിക്കും. നീ എന്നെ സെലക്ട് ചെയ്തത്, ഞാനാ സെലക്ട് ചെയ്തത്. നീ എന്നെ അങ്ങനെ സംഗീതത്തിന്റെ ആ മൂഡിലേക്ക് കൊണ്ടുപോയി. ഓക്കെ, അപ്പൊ നമ്മുടെ നേരത്തെ ചട്നി മിക്സ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ മിക്സിയിൽ പോയി അരയ്ക്കാൻ വേണ്ടിട്ട് തന്നിട്ടുണ്ടായിരുന്നു. എന്താണ് നീ കറക്റ്റ് ആയിട്ട് നേരത്തെ ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിട്ട് താഴെ കൊണ്ട് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് മിക്സ് ചെയ്ത് ചമ്മന്തി അരച്ചിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാണ്
അതിന്റെ മിശ്രിതം മിശ്രിതം. മിശ്രിതമല്ല, അതാണ് ഫൈനൽ പ്രോഡക്റ്റ്. ഇതാണ് നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ്. റോ മെറ്റീരിയൽ റോ മെറ്റീരിയൽ. ഇത് നമുക്ക് ഫിനിഷിംഗ് പ്രോഡക്റ്റ്, ഇത് നമുക്ക് കഴിക്കാം. ഇത് ഞാൻ പറഞ്ഞത് എന്റെ വീട്ടിൽ പിന്നോട്ട് പറഞ്ഞു പഠിപ്പിക്കണം. നിനക്ക് തെറ്റിയതുകൊണ്ടാണ് നമ്മൾ ഇവിടേക്ക് കൊടുത്തയച്ച സാധനം റോ മെറ്റീരിയൽ, നമുക്ക് തിരിച്ചു വന്ന സാധനം ഫിനിഷ്ഡ് പ്രോഡക്റ്റ്. അതാണ് അണ്ണൻ പറഞ്ഞത്. അപ്പൊ ഞാനിത് പ്രേക്ഷകരെ കാണിച്ചോട്ടെ. കാണിക്കണ്ടെന്ന് പറഞ്ഞാൽ കാണിക്കണ്ട പറഞ്ഞ ചേട്ടൻ പറയുന്നത് അനുസരിക്കും. കാണിക്കണ്ട, കാണിക്കണ്ട. നിങ്ങളിത് കാണണ്ട, നിങ്ങളിത് കാണണ്ട. ഞങ്ങളിത് കഴിക്കുമ്പോൾ നിങ്ങളിത് കണ്ടാൽ മതി, അല്ലാണ്ട് നിങ്ങൾ ഡിസ്റ്റർബ് ചെയ്തത് ഇത് കാണാൻ. ഈ എപ്പിസോഡ് ഞാൻ ഒരിക്കലും മറക്കില്ല. പ്രേക്ഷകരോട് നന്ദി. നമുക്ക് കഴിയില്ല, നിനക്ക് കാര്യം അമ്മായി തോന്നിയ ദിവസം നീ വിളിച്ച് പറഞ്ഞിരിക്കും. അതെങ്ങനെ പറഞ്ഞു. അപ്പൊ ഇത് ഇതിനാണ് ഇത്രയും നേരം ഒരു അങ്കലാപ്പും പ്രശ്നം. യഥാർത്ഥത്തിൽ നമ്മളെ രണ്ടൊരു മതിയായിരുന്നേ, ഈ ബഹളം വരൂലേ, കൃത്യമായ രീതിയിൽ നമ്മൾ ചെയ്തങ്ങ് പോകുമായിരുന്നു. ഇപ്പൊ ഞാൻ പറയാം പ്രേക്ഷകരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, ഇതിൽ എന്ത് ഡിഫക്റ്റ് നമ്മളെ അണ്ണൻ പറഞ്ഞാലും അതിന്റെ പൂർണ്ണമായ ഉത്തരവാദി ഈ നിൽക്കുന്ന രേഖ എന്ന് പറയുന്ന കുട്ടിയാണ്. നാടകഗാനങ്ങളെല്ലാം കൂടെ കണക്ട് ചെയ്തു. അപ്പൊ നിനക്കറിയാമോ? ഇല്ല. ഇവിടെ തള്ളിയതിന് നീ ഏതായിരുന്നല്ലോ കൊണ്ടുപോകുന്നു. അന്തിവിണ്ണിലം വിളിക്കല തിളങ്ങണുണ്ട് ചങ്ക് പൊട്ടിപ്പാട് പൈങ്കിളി. കേട്ടിട്ടുണ്ട്. നമ്മൾ നട്ട വെള്ളരിക്കിന വിളഞ്ഞു വാനിൽ ചെഞ്ചുകപ്പ് താരമായടി. കേട്ടിട്ടില്ല? നിന്റെ കണ്ണിൽ എൻ്റെ കണ്ണിലും നിലാവെളിച്ചൊന്നുപോലെ പുത്തു നിന്നടി. കണ്ണുനീർ തുടച്ചൊരാളിത കരം പിടിച്ചു നമ്മളെ നയിക്കുമിന്നടി. അന്തിവിണ്ണിലം വിളിക്കല തിളങ്ങണുണ്ട് ചങ്കു പൊട്ടിപ്പാട് പൈങ്കിളി. കേട്ടില്ല? ഇഴവില്ല വേല ചെയ്തു തളരുന്ന നേരമാണ് നിവരാനും നേരമില്ലാതെന്നലെ. കേട്ടില്ല? തരിവാള ചിരി പൊട്ടി കുളിർ കൈയിൽ ചന്ദനവും പനിനീരും കൊണ്ടുവരും തെന്നലേ. അത് തെന്നല ബാലകൃഷ്ണൻ പഴയ KPCC പ്രസിഡന്റ്. അതാണ് കേട്ടിട്ടില്ല. ഇത് നാടകമാണ്, വളരെ പ്രശസ്തമായ കേട്ടാ. ഇല്ലിമുളം കാടുകളിൽ കല്ലലം പാടി വരും തെന്നലേ തെന്നലേ. അല്ലിമലക്കാവുകളിൽ വല്ലികളിൽ ഉയലാടും തെന്നലേ തെന്നലേ. പൊന്നരിവാളം വിളിയിൽ കണ്ണറിയുന്നു ആമരത്തിൻ പൂന്തണലിൽ വാടി നിൽക്കുന്നോ. പൊന്നരിവാളം വിളിയിൽ കണ്ണറിയുന്നോളെ ആമരത്തിൻ പൂന്തണലിൽ വാടി നിൽക്കുന്നോളെ. പൊന്തിവുണ്ണിലം വിളിക്കല തിളങ്ങണുണ്ട് ചങ്ക് പൊട്ടിപ്പാട് പെങ്കിളി. നമ്മൾ നട്ട വെള്ളരിക്കിന വിളഞ്ഞു വാനിൽ ചെഞ്ചുകപ്പ് താരമായടി. നിന്റെ കണ്ണിൽ എൻ്റെ കണ്ണിലും നിലാവെളിച്ചമൊന്നുപോലെ പുത്തു നിന്നടി. കണ്ണുനീർ തുടച്ചൊരാളിത കരം പിടിച്ചു നമ്മൾ നയിക്കുമിന്നടി. പ്ലേറ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോ നമ്മളിങ്ങനെ എടുത്തിട്ട് ഇതിങ്ങനെ മാറ്റുന്നതാണ് അതിന്റെ ഒരു ഭംഗിയാണ്. ആ ഡിസൈൻ എനിക്ക് കിട്ടിയാൽ ഓരോ സ്റ്റെപ്പായിട്ട് അടിപൊളി, സൂപ്പർ അല്ലേ? നമ്മളത് എടുക്കുന്നു, നമുക്കിത് മാത്രമായിരുന്നു കഴിച്ചോളാം. ഇതാണ് നോക്കാമല്ലോ. മാത്രം അല്ലേ? നമുക്ക് അതേപോലെ തന്നെ അല്ല, നമ്മൾ ചട്നി ആകുമ്പോൾ അടിപൊളിയാവും. അതിൻ്റെ ടേസ്റ്റ് ഇപ്പോഴും അറിയാൻ പോകുന്നത്. ആ ഇത് കഴിച്ചോ. ഇതാണോ അറിയില്ലേ? ഇനി നമ്മുടെ ചട്നീൻ്റെ കൂടെ മനസ്സിലായോ? അതൊരു തിയറിയാണ്. 6 കാന്താരി മുളകിന് ഒരു ഐസ് ക്യൂബ് വെച്ചിട്ട് വേണം നമ്മൾ 2 ഐസ് ക്യൂബ് ഇടാം. 36 കാന്താരി ആണെങ്കിൽ നമ്മൾ എത്ര ഇടും? അത് ഷെഫിനോട് ഞാൻ നേരത്തെ ആൻസർ കറക്റ്റ് പറഞ്ഞില്ല. 36 കാന്താരി മുളകിന് നമ്മൾ എത്ര ഐസ് ക്യൂബ് ഇടണം? എത്ര എണ്ണം? 6.
6:36. 6:36. Very good. You are so intelligent. Correct അല്ലേ? Okay. അടുത്ത IAS അക്കാഡമിയിലെ സിവിൽ സർവീസിന്റെ ഒരു ചോദ്യമാണ് പ്രശ്നപ്പെട്ടു. കുട്ടിക്ക് വിവരമില്ലെന്ന് പറയുന്ന ആരാ? ഒരു നോളജ് ആണല്ലോ. വാ. സൂപ്പർ. അല്ല നിങ്ങൾ രണ്ടുപേരും കഴിക്കാണ്ട് എനിക്കും കൂടെ. നീ പറഞ്ഞോണ്ടിരുന്ന പിന്നെ അങ്ങനെ നിന്നെ എങ്ങനെ പുകഴ്ത്തേണ്ടത് ഞാൻ ആലോചിച്ചു. ഇത്രയും അറിവുള്ള അറിവിന്റെ പണ്ടാരമേ. എനിക്ക് ചട്നിയേക്കാൾ ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ അവസാനത്ത് നമ്മുടെ സിലബസ് ഇല്ലാത്ത ഉഗ്ര സാധനം. അതായത് മുട്ട, തേങ്ങാപ്പീര, ചില്ലി ഫ്ലേക്സ്, ഞാൻ പറഞ്ഞു. നീ പറയുമ്പോൾ പിന്നെ ആൾക്കാർ നിന്നെ എന്തിനും ആവത്തില്ല. ഞാനും അങ്ങനെ എന്നെ പറയാൻ പാടില്ല. ഞാൻ പറയുന്നില്ല. ചില്ലി ഫ്ലേക്സ്, നട്ട്സ്, കപ്പലണ്ടി, കറിവേപ്പില, ചാലുപ്പ്, അവസാനം ഇച്ചിരി പഞ്ചസാര തൂളി അല്ലേ? സത്യം പറഞ്ഞാൽ എനിക്കിതിൽ എല്ലാത്തിലും ഇഷ്ടപ്പെട്ടത് നമ്മളാ സിലബസ് ഇല്ലാത്ത സിലബസ് ഇല്ലാത്ത മുട്ട. അപ്പം ഇന്നത്തെ നമ്മുടെ ഇതിന്റെ പേരെന്താ? മുട്ടയപ്പം പ്ലസ് ചട്നി പ്ലസ് നമ്മൾ ഇന്ന് സിലബസ് ഇല്ലാത്ത ഇതിന്റെ പേരെന്താണ്? ഞാൻ മുട്ട ചിക്കി എന്ന് പറയും. മുട്ട ചിക്കി. അപ്പൊ ഇന്നത്തെ നമ്മുടെ മുട്ട അപ്പവും മുട്ട ചിക്കിയും ചട്നിയും കൂടെ നമ്മൾ കഴിക്കുമ്പോൾ മൂന്ന് ഡിഫറെന്റ് ടേസ്റ്റുകളാണ് ഫീൽ ചെയ്തത്. ആദ്യം ഇത് ഒറ്റയ്ക്ക് കഴിക്കുന്ന സമയത്ത് വേറൊരു ടേസ്റ്റ് ആണ്. അതിനോട് എനിക്ക് പേഴ്സണലി കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത് ചട്നീന്റെ കൂടെ കഴിക്കുമ്പോഴാണ്. പക്ഷെ ചേട്ടന് കുറച്ചുകൂടെ പേഴ്സണലി ഇഷ്ടപ്പെട്ടത് മുട്ട ചിക്കിയുടെ കൂടെ കഴിച്ച സമയത്താണ്. അപ്പൊ എല്ലാം എന്ത് ഫ്ലേവർ, നമ്മൾ ഇതിന് എന്ത് ഫ്ലേവർ ആയിട്ടാ പറയാ? ഇതൊരു സ്നാക്കാണ്. ഇതൊരു ബേസിക്കലി ഒരു കുട്ടികൾക്ക് ചെയ്തു കൊടുക്കാൻ, വീട്ടിൽ പെട്ടെന്ന് ചെയ്തു കൊടുക്കാനും ഒരു കൗതുകം ഉണ്ടല്ലേ? പിള്ളേരെ കഴിക്കുമ്പോൾ അതൊരു ആങ്സൈറ്റി ഉണ്ട്. അതൊന്ന് കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്യാൻ വിട്ട് കഴിഞ്ഞാൽ ഒന്നുകൂടെ ഫെർമെന്റഡ് ആയി നല്ല ലൂസായിട്ടിരിക്കും. മനസ്സിലാവുന്നല്ലോ. ഒരു എരിയും പുളിയും ഒക്കെ ആയിട്ട് കഴിക്കാം. അമ്മ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഞാൻ ഈ ഒരു സാധനം ഇതുവരെ കണ്ടിട്ടില്ല. ഇതിന്റെ ടേസ്റ്റ് എനിക്ക് ഏറ്റവും ഇഷ്ടം. പിന്നെ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉഴുന്ന് പരിപ്പ് ഇടാം, ഒരു കടി കിട്ടും. കടി കിട്ടുമ്പോൾ ഭയങ്കര ടേസ്റ്റ്. അത് നമ്മളെ പിന്നെ ഫേസിൽ എക്സ്പ്രഷനാണ്. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ബീഫ് തേങ്ങ കൊത്തിട്ട് നമ്മൾ വെറുതെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തേങ്ങ കടിക്കുമ്പോൾ നമ്മൾ എക്സ്പ്രഷൻ വരും. ഇതൊരു ഞാൻ നേരത്തെ പറഞ്ഞില്ല, എനിക്ക് ഇതിൽ ഇഷ്ടപ്പെട്ടത് സ്കിന്നിന് യാതൊരുവിധ ദോഷവും വരാത്ത കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്ത ഡോക്ടർമാർ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ബ്രാൻഡിന്റെ അലറക്സിയറിന്റെ പ്രൊഡക്ട്സ് ആണ്. പുണ്യം സ്വീറ്റ്സിന്റെ വെറൈറ്റി പീനട്ട്, അതുപോലെ സെസമേ, മൈസൂർ പാക്ക് വെറൈറ്റി മിഠായികളുടെ ഒരു സംഭവമാണ്. ഓരോ ബൈറ്റിലും മധുരവും എല്ലാം ഉണ്ട് ചേട്ടാ. വില കുറവിൽ കണ്ണു വെക്കാതെ ക്വാളിറ്റിയിൽ ശ്രദ്ധ കൊടുക്കാം. നമ്മുടെ കോൺഫിഡന്റ് കോക്കനട്ട് ഓയിൽ ആണ്. കോൺഫിഡന്റ് കോക്കനട്ട് ഓയിൽ. അപ്പൊ നമ്മൾ ഇന്ന് യൂസ് ചെയ്ത കുക്ക് വെയർ നമ്മുടെ ഷെഫിലെ കുക്ക് വെയർ ആയിരുന്നു. അപ്പൊ അതിന്റെ ഒരു പ്രൊഡക്റ്റും കൂടെയാണ് ചേട്ടാ. എല്ലാ ചേട്ടാ നിറയെ സമ്മാനങ്ങളാണ്. വണ്ടി വരുന്നതായിരുന്നു. പിക്കപ്പ് വിളിച്ചോണ്ട് പോകണം. 85 വർഷത്തെ പാരമ്പര്യത്തോടു കൂടിയ നമ്മുടെ സ്വന്തം ജോൺസന്റെ കോഫി ആൻഡ് ടീ പൗഡർ ആണ്. എല്ലാ പ്രഭാതവും അടിപൊളിയായിട്ടുണ്ടാവട്ടെ ചേട്ടാ. സൗത്ത് ഇന്ത്യൻ അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന LGO ബ്രാൻഡിന്റെ ഒരു ബാത്ത് വെയർ പ്രൊഡക്ട്സ് ആണ്. LGO ബ്രാൻഡിന്റെ കേരള നേച്ചേഴ്സ് പ്രീമിയം ബനാന ചിപ്സ് ആണ് നമ്മുടെ ബീനാന. അപ്പൊ ഇതിന് ഡിഫറെന്റ് ഫ്ലേവേഴ്സ് ഉണ്ട്. പെരി പെരി, സ്വീറ്റ് ഹണി, അങ്ങനെ ഡിഫറെന്റ് ഫ്ലേവേഴ്സ് ഉണ്ട്. കേരളത്തിന്റെ തനത് രുചി, മനസ്സിനെന്നും സംതൃപ്തിയുടെ ഒരു പ്രൊഡക്റ്റ് ആണ് പയോലി മിക്സ്ചർ ആണിത്. തെളിഞ്ഞ കവറോടെ നിറഞ്ഞ മനസ്സോടെ നമ്മുടെ കേരളത്തിന്റെ സ്വന്തം കേരള ഡിലൈറ്റിന്റെ കോക്കനട്ട് ഓയിൽ ആണ് നമ്മൾ ഇന്ന് യൂസ് ചെയ്തത്. ആക്ച്വലി ഈ ഓയിലാണ്. സത്യം പറഞ്ഞാൽ ഇന്നത്തെ എപ്പിസോഡ് ഏറ്റവും മെമ്മറബിൾ ആയിരിക്കുന്നത് അല്ലെങ്കിൽ എന്റെ വൈഫിനായി. അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ പവർ പാക്ഡ് ആയിട്ടുള്ള നമ്മുടെ എപ്പിസോഡ് കഴിഞ്ഞു. ഇനി അടുത്ത സൺഡേ വീണ്ടും ഒരു കിടിലൻ ഡിഫറെന്റ് ഡിഷ് ആയിട്ടും ഡിഫറെന്റ് റെസിപ്പി ആയിട്ടും ഡിഫറെന്റ് ആയിട്ടുള്ള ഓൾ ടുഗദർ ഫുൾ സംഭവമായിട്ട് നമ്മൾ പിന്നെ വരുന്നതായിരിക്കും. അപ്പൊ അതുവരെയും സൈനിങ് ഓഫ് ഫ്രം നേഹ മാത്യു, ഷെഫ് നളൻ ആൻഡ് കിഷവൻ. ബൈ ബൈ.